അറിയാം, പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. അവനെവിടെ? എന്തിനാ ഇവിടെ വന്നത്? അവൻ എന്താ എന്റെ വീട്ടിൽ കാര്യം? വിളിക്കണോ അവനെ, വിളിക്കണോ അവനെ? എന്തിനാടോ വെറുതെ തൊണ്ട കയറുന്നത്? എന്നെയല്ലേ നിനക്ക് കാണേണ്ടത്? എന്താടാ നിനക്ക് എന്താടാ വേണ്ടത്? ആരോട് ചോദിച്ചിട്ടാണ് നീ വീടിന്റെ പടി ചവിട്ടിയത്? ഇറങ്ങടാ, ഇറങ്ങടാ നായെ പുറത്ത്. കുമാര, പുറത്തിറങ്ങിക്കോളൂ. ഇറങ്ങിട്ട വാനടിച്ചോളൂ. ആ ഇറങ്ങിക്കോളൂ. പുറത്തുണ്ടാവും. അവിടെ ആരാ ഉള്ളത്? പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാനടിച്ചോളൂ. ഇത് ഞങ്ങൾ കുടുംബക്കാരുടെ മാത്രം ഒരു കാര്യം. കുടുംബക്കാരൻ? ആരാ കുടുംബക്കാരൻ? നീയോ? നീ പ്രതികാരം നടത്തിയതിന്റെ സുഖത്തിലല്ലടാ. നീ കോടതി മുറിയിൽ വെച്ച് ചിത്രവധം ചെയ്തതിന്റെ വേദന സഹിക്കാൻ പറ്റാതല്ലടാ ഞങ്ങളുടെ അച്ഛൻ നെഞ്ചുപൊട്ടി മരിച്ചത്. നാടൻകളി നിർത്താറായില്ലടാ. നീ ഇവിടെ കണ്ടോ ഈ കുഞ്ഞനിയത്തിയെ? ഏട്ടാന്ന് പറയുന്ന നിന്റെ പിറകെ തൂങ്ങി നടക്കുന്ന ഈ കുട്ടിയെ സ്വന്തം അച്ഛനെ നീ മാറോട് ചേർത്ത് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് സാക്ഷ്യം നിൽക്കേണ്ടി വന്നതിന് പകപ്പ് മാറാൻ നിൽക്കുന്ന ഇവളെ കണ്ടോ നീ? ഇന്ദ്രാണി അമ്മയുടെ ജാരസന്തതിയെ പ്രഥമപുത്രനായി യുവരാജാവായി വാഴിച്ച് എല്ലാ പിറപ്പുകേടിനും കുട പിടിച്ചു തന്ന കുഞ്ഞമ്പൂ നായരെ നീ കൊന്നു നിറഞ്ഞ ഈ പിള്ളേര് പേടി കൊണ്ട് വിളിപ്പിച്ചാ തന്നെ. നീ എന്ന വെറി പിടിച്ച മൃഗത്തിന്റെ ഒപ്പം ഒരു കൂരക്കീഴിൽ രാത്രി പുലർത്താനുള്ള പേടിയുണ്ട്. നാരായണ, ഗിരി എന്ത് ചെയ്തു? കുഞ്ഞമ്പൂ നായർക്ക് പിഴച്ചുപോയി ഇന്ദ്രാണിയമ്മേ. പാമ്പിനെ വളർത്തിയത് ശത്രു സംഹാരത്തിനാണെങ്കിലും അവൻ തിരിഞ്ഞു കൊത്തി. എന്താ 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 നീ പറഞ്ഞുണ്ടാക്കുന്നത്? എന്നെ എന്റെ കൂടപ്പിറപ്പുകളെ തമ്മിലടിപ്പിക്കാന്? ആരെന്ത് കണ്ടുന്ന്? ഇരുട്ടിലും മറവിലും കൊടിയ പാപങ്ങൾ ചെയ്യുന്ന ആരും ഓർക്കാറില്ല ഒരു കിളിവാതിലൂടെ എല്ലാം നോക്കിക്കാണുന്ന ദൈവമെന്ന മഹാസങ്കല്പത്തിന്റെ ഒരിക്കലും അടയാത്ത കണ്ണുകളെ കുറിച്ച്. നീ ചെയ്ത നരഹത്യ ദൈവം കണ്ടത് മാലുവിന്റെ കണ്ണുകളിലൂടെയാണ്. നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ഇവർ തീരുമാനിക്കും. ഇറങ്ങിപ്പോണം ഈ രാത്രിയില്. ഇനി ഇവിടെ പുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പേടിയാണ്, എന്ത് ചെയ്യാൻ മടിക്കില്ല. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതിരിക്കുന്നത് ഇനി ആ നാണക്കേട് കൂടി കുടുംബത്തിന് വേണ്ടാന്ന് കരുതിയാണ്. ആയുധം എടുക്കരുതെന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ഇവിടെ കണ്ട അനുസരണക്കേട് കാട്ടേണ്ടി വരും ഞങ്ങൾക്ക്. അർഹിക്കുന്നതിലും എത്രയോ നിസ്സാരമായ ശിക്ഷ വിധിച്ച ഈ കുട്ടികൾക്ക് മനസ്സിൽ നന്ദി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോ. ഞാൻ തന്തയില്ലാത്ത നിങ്ങളുടെ മോൻ ഇനി തമ്മിൽ കാണില്ല. വേശ്യാസ്ത്രീയെ നിന്നോടാ പറയുന്നത്. കാണണ്ട എനിക്ക് നിന്നെ, മഹാപാവി. മനസ്സ് നിറയെ കൊണ്ടുനടക്കുന്ന കുനിഷ്ടും കുന്നായ്മയും കഴുകിക്കളഞ്ഞു. ഇനിയെങ്കിലും ഈ കുട്ടികൾക്ക് അമ്മയായി ജീവിക്കാൻ നോക്കും. ഇറങ്ങിപ്പോയവന് പകരമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും മോനെ എന്ന് വിളിക്കാം. വിളിച്ചാൽ വിളി കേൾക്കും, ഓടി വരികയും ചെയ്യും. 5 അങ്ങനെ വിശ്വസിക്കാം. കരുതിയിരുന്നോ, അവൻ പാപപരി ധർമ്മസഞ്ചാരത്തിന് പോയതൊന്നുമല്ല. പാമ്പിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് വരും, കല്ലിൽ വിഷം നിറച്ച്. കുമാര. ഓ പറ മുതലാളി, എന്തിന് കുമാരനുണ്ട് കൂടെ? നീ പെരുമാൾപുരം വരെ ഒന്ന് പോണം. അതെങ്ങനെ മുതലാളി? എന്നെ അവിടുന്ന് പുറത്താക്കിയതല്ലേ? പോണമെന്ന് പറഞ്ഞാൽ പോകാം, അതായിരിക്കണം മറുപടി. മനസ്സിലായോ? മുതലാളി പോവാം. ചിറ്റൂര് ഭാഗത്ത് ഏത് വേലയും പൂരവും നടക്കണത്തും ഞാൻ പോയി കാത്തു നിൽക്കും. നീയും മോളും വന്നാൽ ഒരു നോട്ടം കാണാമല്ലോ എന്ന് കരുതി. വേലയും പൂരം കാണാൻ പറ്റിയ നിലയും സ്ഥിതിയുമാണോ എനിക്കും എൻ്റെ കുട്ടിക്കും? നിന്റെ കാര്യം പോട്ടെ,
വിധിയെന്ന് കരുതി ഞാൻ സഹിക്കുന്നു. ഈ കുട്ടി എന്തു പഴച്ചു? മോളെ, അച്ഛനെ സ്വപ്നം കണ്ടുവെന്നും പറഞ്ഞ് പാതിരാത്രിക്ക് എഴുന്നേറ്റിരുന്ന് കരച്ചില്ല. എന്ത് ചെയ്യാനാ ദേവകി, എൻ്റെ തലയിലെഴുത്ത് തെറ്റിപ്പോയി. നേരെ ആവാനുള്ള സമയം കഴിഞ്ഞിട്ടില്ല. ഇനിയും ഇപ്പോൾ ഒരു പണിയുണ്ട്, അതിന് ചേർന്ന വരുമാനവും. അയ്യോ, അച്ഛൻ്റെ വാവ അങ്ങനെയൊന്നും പറയരുത്. അവള് കൊച്ചുകുട്ടിയൊന്നുമല്ല. അവര് വലിയ തമ്പുരാക്കന്മാർ തമ്മിലുള്ള ശത്രുത, അത് അവരുടെ കാര്യം. നമുക്കതിലെന്താ? ഇതാ പിടിച്ചു കുറച്ചു കൊണ്ടുപോയതും കട്ടതും ഒക്കെ ഇനിയും ഒരുപാടുണ്ട്. തൽക്കാലം ഇത് വച്ചോ. ഞാൻ ഇറങ്ങാ. ആരുടെയെങ്കിലും മുന്നിൽ പെടും മുമ്പ് പെരുമാൾപുരത്തിന്റെ ഗോപുരം കടക്കണം. രണ്ടുപിടി ചോറ് തിന്നിട്ട് പൊയ്ക്കോളൂ. നേരം വെളുക്കുന്നവരെ ഞാനിവിടെ ഉമ്മറത്ത് കിടന്നോളാം. എന്നിട്ട് നീ രാവിലെ ദേവർ മഠത്തിൽ പോകുമ്പോൾ കൂടെ വന്ന് ഉണ്ണിത്തമ്പുരൻ്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാം. 5 മാസ ശിക്ഷയിൽ ഒരിളവ് മൂപ്പര് വിചാരിച്ചാൽ നടക്കും. നല്ല കാര്യം. എന്റെ ഭഗവതി, നല്ല ബുദ്ധി തോന്നിച്ചു തുടങ്ങി നീ. എല്ലാം കലങ്ങി തെളിയാൻ പോവല്ലേ എൻ്റെ ദേവകി. എന്താ കുമാരത്തിൽ അങ്ങോട്ട് മാറിക്കേ. ദേവകി ഇന്ന് വൈകിയല്ലേ? എന്താ? ഒന്നുമില്ല. ഞാനൊന്ന് കുളി കഴിഞ്ഞിട്ട് വന്നേക്കാം. ദോശമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. ശരി. എന്താ സമയം? ഇല്ല, ആരോ ഒരാൾ ഇതിലെ പോയ പോലെ തോന്നി. ഇവിടെ ഇപ്പൊ ആര് വരാനാ? സ്വാമിക്ക് തോന്നിയതായിരിക്കും. തോന്നിയതായിരിക്കാം. ശരി, വാ. ഈശ്വര, പല്ല് കാണിച്ചോളൂ. എന്തിനാ? വെളുത്തോ നോക്കണ്ടേ? എന്റെ പല്ല് പരിശോധിക്കാൻ നിങ്ങൾ ആരാ? പല്ല് ഡോക്ടറോ? കാപ്പിയും പലഹാരവും വേണ്ട, ഞാൻ കാപ്പിയുടെ നിർത്തി. കുട്ടി കുറുമ്പി, ഞാൻ ദേ വരുന്നു. അമ്മേ, എനിക്ക് ദോശതാ. അപ്പ സ്വാമി വരട്ടെ മോളെ. അപ്പ സ്വാമി കള്ളനാ. അമ്മ ദോശതാ. ഇന്ന് എനിക്ക് ഫസ്റ്റ് അടിച്ചിട്ട് ഉണ്ണിത്തമ്പുരാനെ പൊട്ടിക്കണം. വിളമ്പണ ജോലി അപ്പ സ്വാമിയുടെ ദാട കുട്ടാ. അമ്മ ദോശ ഇരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നലെ അച്ഛൻ വന്ന കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. അയ്യോ, പതുക്കെ, ആരെങ്കിലും കെട്ടലുണ്ടല്ലോ. അപ്പം മര്യാദക്ക് ദോശതാ. അച്ഛന്റെ മൂട് തന്നെയാ നീ. പേടിപ്പിച്ച് കാര്യം നടത്തും. ചട്നി. ഉണ്ണിത്തമ്പുരാനെ, ഉണ്ണിത്തമ്പുരാനെ തോപ്പിച്ച് ഞാൻ ഫസ്റ്റ് അടിച്ചല്ലോ. എടി ഭയങ്കരി, നീ അപ്പാസ്വാമിയുടെ കണ്ണ് വെട്ടിച്ചു അല്ലേ? ഞാൻ അമ്മ പറഞ്ഞു. പതുക്കെ കഴിക്കുക. ഫസ്റ്റ് പ്രൈസ് നിനക്ക് തന്നെ. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഇന്ന്. ഇവൾക്ക് കുറച്ച് വെള്ളം കൊണ്ടെടുത്തേ. അപ്പാസ്വാമി, ആരുമില്ല ഇവിടെ. എവിടെ പോയി കിടക്കണവരൊക്കെ? ഉണ്ണിത്തമ്പുരാനെ. എന്താ മോളെ?